ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് പരിചയമുള്ള, ഞാൻ സംസാരിക്കാറുള്ള ഒരു അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ് തുടങ്ങാം. ആ അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഒരു മകനേ ഉള്ളു. ആ മകൻ വീട്ടിൽ ഒരു കാര്യവും നോക്കാറില്ല. അവന്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. മര്യാദയ്ക്ക് ഒരു ജോലിയും ഇല്ല. ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്തും അമ്മച്ചിയുടെ കാര്യങ്ങളൊന്നും ആ ഭർത്താവ് നോക്കിയിട്ടില്ല. ഞാൻ ഈ പല സമയത്ത് ഈ അമ്മച്ചിയോട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് അമ്മച്ചിയോട് തിരിച്ചു ചോദിക്കണമെന്നുണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മടിച്ച് നിന്നു, ചോദിക്കാതെ. അവസാനം ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു, അമ്മച്ചി, ശരിക്കും അമ്മച്ചി എൻ്റെ അടുത്ത് പല സമയത്തും സംസാരിക്കാറുണ്ട്, പക്ഷെ ഇതുവരെ സ്വന്തം ഭർത്താവിനെ കുറിച്ചോ മകനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ചോ, സഹോദരങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അവരെ കുറിച്ച് പോലും ഒരു പരാതിയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്താണ് അമ്മച്ചി എന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, എന്ത് പരാതി പറയാനാണ്? അവരെ കൊണ്ടൊക്കെ പറ്റണ പോലെയൊക്കെ, അവരെ കൊണ്ടൊക്കെ അറിയാവുന്ന പോലെയൊക്കെ അവര് ചെയ്യുന്നുണ്ട്. എനിക്ക് അവര് ചെയ്തു തരുന്നില്ല, ഇവര് ചെയ്തു തരുന്നില്ല, എന്റെ ഭർത്താവ് എന്നെ നോക്കിയില്ല, എന്റെ മകനെ എന്നെ നോക്കിയില്ല എന്നൊക്കെ പറയുമ്പം ആ ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്റെ സന്തോഷങ്ങൾ ആ ചിന്തകൾ നശിപ്പിക്കുകയാണ്. എന്റെ സ്വഭാവത്തിൽ ആ ചിന്തകൾ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. എനിക്ക് പ്രധാനപ്പെട്ടത് എനിക്കിങ്ങനെ സന്തോഷത്തോടെ അച്ഛനോടും ബാക്കിയുള്ളവരോടും ഒക്കെ പെരുമാറി പോകുന്നതിലാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒരു പരാതിയുമില്ലാതെ, എന്നാൽ ഒത്തിരി പരാതികൾ പറയാൻ സ്കോപ്പ് ഉണ്ടായിട്ടും ആ പരാതികളൊന്നും പറയാതെ ജീവിക്കുന്ന ഒരു അമ്മച്ചിയെ, ഇതുപോലത്തെ അമ്മച്ചിമാരെ, അതുപോലത്തെ അപ്പച്ചന്മാരെ, ഇതുപോലത്തെ സഹോദരങ്ങളെ നിങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അത് പരിചയപ്പെടുത്തി തരാനാണ്. കഴിഞ്ഞ ദിവസം ഒരു മിസ്സിംഗ് ഫോട്ടോ കണ്ടു. ഈ കൊച്ചിനെ കാണുവാനില്ലെന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് നിന്നായതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു, ആ കൊച്ച് എന്തുകൊണ്ടാണ് കാണാതെ പോയെ, എവിടെ പോയതാണ്, കിട്ടിയ ആ കൊച്ചിനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പം പോലീസുകാരും നാട്ടുകാരും സ്വന്തം മാതാപിതാക്കന്മാരും ചോദിച്ചു, ആ കൊച്ചിനോട് എന്തുകൊണ്ടാണ് നീ പോയത്, എന്തിനാ പോയതെന്ന്. അപ്പം ആ കൊച്ചു പറഞ്ഞ കാര്യമാണ്, ഞാൻ ഡാഡിയോട് ബൺമസ്ക മേടിച്ചു തരാൻ പറഞ്ഞില്ലേ, എനിക്ക് മേടിച്ചു തന്നില്ലല്ല, അതുകൊണ്ട് ഞാൻ പോയതാണ്. ബൺമസ്കയുടെ കാലം. ആ ചേട്ടൻ അപ്പോഴാണ് ബൺമസ്ക എന്ന് പോലും കേൾക്കണത്. അപ്പൊ ആ ചേട്ടന് സംഭവം മനസ്സിലായില്ല, അപ്പനെ അതുകൊണ്ട് നടന്ന സംഭവമാണ്. അപ്പം നമ്മൾ രണ്ട് കൂട്ടരുണ്ട് കേട്ടാ, രണ്ട് കൂട്ടർ ആൾക്കാരുണ്ട്. അതായത് ഒരു കൂട്ടര് എന്നെ ആളുകൾ മനസ്സിലാക്കണില്ല എന്ന പരാതികളുമായിട്ട് ജീവിക്കുന്നവർ. അവരതിന് പലതരത്തില് കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കണില്ല, ഇങ്ങനെ മനസ്സിലാക്കണില്ല, എൻ്റെ ജീവിത പങ്കാളി മനസ്സിലാക്കിയില്ല, എന്നെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കിയില്ല, എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയില്ല, എൻ്റെ പള്ളിയിൽ അച്ഛൻ മനസ്സിലാക്കിയില്ല, എൻ്റെ അപ്പം മനസ്സിലാക്കിയില്ല. ഭയങ്കര പരാതികളാണ്. വേറെ ഒരു കൂട്ടരുണ്ട്, ഞാൻ പരിചയപ്പെടുത്തിയ അമ്മച്ചിയെ പോലെ, അവർക്ക് പരാതികൾ പറയാൻ ഉണ്ടായിട്ടും അത് മനസ്സിലേക്ക് പോലും കൊണ്ടുവരാതെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. ഇതിൽ ഏത് കൂട്ടരിൽ ഞാൻ പെടും എന്നുള്ളതാണ് ഇന്ന് ചോദിക്കാനുള്ള ചോദ്യം. കാരണം ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. 8-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. ആ സുവിശേഷം തുടങ്ങണ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് തുടങ്ങണത് ഇങ്ങനെയാണ്, ഈശോ പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെന്ന്. അപ്പൊ യഹൂദര് പറയണ കാര്യം എന്താ പറയാ, അങ്ങനെയൊക്കെ അവൻ പറയണ്ടല്ല, അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുമായിരിക്കുക. ഇപ്പോഴത്തെ കാലത്തായിരുന്നെങ്കിൽ മറ്റേ സ്ക്രോളിംഗ് ന്യൂസ് ഇറങ്ങും, ഈശോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഈശോയെ മനസ്സിലാക്കണില്ല. അതിനുശേഷം പിന്നീടും പല തരത്തിൽ വചനങ്ങൾ വരുന്നുണ്ട്. ആ വചനങ്ങളൊക്കെ പറയണത് ഈശോ ഒരു കാര്യം പറയുന്നു, അവര് വേറെ എന്തോ മനസ്സിലാക്കുന്നു. ഇത് ഈശോയുടെ ജീവിതത്തിൽ സുവിശേഷങ്ങളിൽ എടുത്തു നോക്കിയ ഒത്തിരി സംഭവങ്ങൾ കാണാൻ പറ്റും. ഈശോ പറയണത് മനസ്സിലാക്കണില്ല, എന്നിട്ട് ഈശോ നന്മകൾ ചെയ്യണില്ലേ. അപ്പൊ ഇന്നത്തെ എനിക്ക് ആദ്യം പ്രധാനത്തോടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. അതിന്റെ പേരിൽ പരാതികൾ പറയാൻ പോകരുത്. ഞാൻ അതിന് പറയാനുള്ള കാരണം, നമ്മൾ എത്ര പേരെ മനസ്സിലാക്കുന്നുണ്ട്? നമ്മളും മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ ചുറ്റുപാടുള്ളവര്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയല്ല. കുറച്ചു പേരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ എന്റെ കാര്യങ്ങള് എല്ലാവർക്കും ഒന്നും എല്ലാം മനസ്സിലാവില്ല. എന്റെ വീട്ടുകാർക്ക്, എന്റെ മാതാപിതാക്കന്മാർക്ക്, എന്റെ സഹോദരന്, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഇടവകക്കാർക്ക് എന്റെ വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ ആ കാര്യങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ ബാച്ചുകാർക്ക്, എൻ്റെ അതിരൂപതയിലെ എൻ്റെ സഹവൈദികർക്ക് അവർക്ക് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കണില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരോട് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് അവരുടെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മനുഷ്യ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ മനസ്സിലാക്കാൻ കുറെ പേരുണ്ട്. അവർക്ക് നമ്മളുടെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, കുറെ കാര്യങ്ങൾ മനസ്സിലാവില്ല. നമുക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇതിന്റെ പേരിൽ പരാതികൾ പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുഷിഞ്ഞ് ജീവിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. പരാതികൾ പറഞ്ഞും പരിഭവങ്ങൾ പറഞ്ഞും അല്ല ജീവിക്കണ്ടേ. എനിക്ക് ഇന്ന് പരാതികൾ പറയാതെ പരിഭവങ്ങൾ പറയാതെ ജീവിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വചനം മാത്രമേ പറയാനുള്ളൂ. അത് ഈശോ ഇന്ന് പറയുന്നുണ്ട്. അത് അവസാനത്തെ വചനമാണ്, 29ാമത്തെ വചനം. അത് ഇങ്ങനെയാണ്: എന്നെ അയച്ചവൻ എന്നോട് കൂടിയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, നമ്മളെ ആരും ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. ഒറ്റപ്പെടുത്തി എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ നെഗറ്റീവായിട്ട് ജീവിക്കുകയുള്ളൂ, മുഷിഞ്ഞ് ജീവിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം അങ്ങനെ മുഷിഞ്ഞു പോകണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നെഗറ്റീവ് അടിക്കരുത്. എൻ്റെ കൂട്ടത്തില് എൻ്റെ ഈശോയുണ്ട്. എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. ഈശോ ഒരിക്കലും എന്നെ തനിയെ വിട്ടുകയില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട സന്ദേശം. അവിടെ കൊണ്ട് തീരണില്ല കേട്ടാ. ഈശോ മാത്രമല്ല എന്നെ ഒറ്റയ്ക്ക് വിടാതിരിക്കണേ, എൻ്റെ കൂടെയുള്ളവരും എന്നെ ഒറ്റയ്ക്ക് വിടാൻ ആഗ്രഹിക്കാത്തവരാണ്. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ സമയത്തും ഉണ്ടാവില്ല കേട്ടാ. അവരെ കൊണ്ട് പറ്റാവുന്ന കുറെ സമയങ്ങളിൽ അവരുണ്ടാവും. അവരില്ലാത്ത സമയത്ത് വേറെ എൻ്റെ ഇടവകക്കാരുണ്ടാവും. ഇവര് രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടുകാരുണ്ടാവും. ഞാൻ ഇങ്ങനെയാണ് സമൂഹത്തെ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയാലേ എനിക്ക് നന്മയോടുകൂടി സ്നേഹത്തോടുകൂടി സമൂഹത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. ഈ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.